നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. ഞായറാഴ്ച ഡ്രൈഡേ ഒഴിവാക്കുന്നത് സജീവ പരിഗണനയിലെന്ന് കെ ബാബു. മദ്യനയം ടൂറിസത്തെ ബാധിച്ചു. പൂട്ടിയ ബാറുകളിൽ ബിയർ വൈൻ പാർലർ അനുവദിക്കുന്നത് UDF തീരുമാനിക്കും. ടൂറിസത്തെ മദ്യനയം ബാധിച്ചെന്ന പരാതി പരിശോധിക്കുന്നതിൽ തെറ്റില്ലെന്ന് VM സുധീരൻ. സുധീരന്റെ ജനപക്ഷ യാത്രയ്ക്ക് സമാപനം. സാമ്പത്തിക ഞെരുക്കം KSRTCയെ പെരുവഴിയിലാക്കി. ശമ്പളം കിട്ടാത്തതിനാൽ ജീവനക്കാർ കൂട്ടത്തോടെ അവധിയിൽ. പലയിടത്തും സർവീസുകൾ മുടങ്ങി. ശമ്പളം നൽകി തുടങ്ങിയെന്ന് സർക്കാർ. സ്വകാര്യ ലോബിയെ സഹായിക്കാൻ നീക്കമെന്ന് R ബാലകൃഷ്ണപിള്ള. कल कश्मीर में आतंकवादियों ने भारत के लोकतंत्र पर हमला करने का निर्लज्ज प्रयास किया. കശ്മീർ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാൻ പാകിസ്ഥാന്റെ നാണം കെട്ട ശ്രമം. ഭീകരാക്രമണങ്ങളെ അമേരിക്ക അപലപിച്ചു. ബന്ദികളെ കൊന്ന് വീണ്ടും അൽ-ഖായിദയുടെ ക്രൂരത. യമനിൽ ബന്ദികളാക്കിയ അമേരിക്കൻ മാധ്യമപ്രവർത്തകനെയും ദക്ഷിണാഫ്രിക്കൻ സ്വദേശിയെയും ഭീകരർ വധിച്ചു. അമേരിക്കയുടെ രക്ഷാപ്രവർത്തനം പാളിയെന്ന് പെന്റഗൺ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പൂനെ FCക്കെതിരെ ഡൽഹി ഡൈനാമോസിന് വിജയം. കേരള ബ്ലാസ്റ്റേഴ്സിന് പൂനെ മത്സരം നിർണായകമായി. ഡൽഹിയുടെ അവസാന പോരാട്ടം ചെന്നൈക്കെതിരെ. ഞായറാഴ്ച ഡ്രൈഡേ മാറ്റുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്ന് എക്സൈസ് മന്ത്രി കെ ബാബു. അടച്ചുപൂട്ടിയ ബാറുകളിൽ ബിയർ വൈൻ പാർലർ അനുവദിക്കുന്ന കാര്യത്തിൽ UDF തീരുമാനമെടുക്കും. മദ്യനയത്തിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടാകില്ല. രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ കോൺഗ്രസിന് യാത്ര നടത്തിയിട്ട് കാര്യമില്ലെന്നും കെ ബാബു റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു. ഒന്ന് ഈ സൺഡേ ഡ്രൈഡേ ആക്കി. അപ്പോൾ സൺഡേ ഡ്രൈഡേ ആക്കിയപ്പോൾ നമ്മുടെ ഈ കോൺഫറൻസ് ടൂറിസം വളരെ പ്രതികൂലമായി ബാധിച്ചതായിട്ട് ഒരുപാട് പെറ്റീഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടെ അപ്പോൾ കോൺഫറൻസ് ടൂറിസത്തെ അത് ബാധിക്കുന്നു. ഇവിടെ ഒരുപാട് ബുക്കിംഗ് ഹോട്ടലുകളെല്ലാം ഈ കോൺഫറൻസൊക്കെ ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു പ്രശ്നം ഈ നവംബറിലെ കണക്ക് വെച്ചുകൊണ്ട് സാറ്റർഡേ ഈ വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ബിവറേജസ് കോർപ്പറേഷനിലെ വിൽപ്പന സാധാരണ ദിവസത്തേക്കാൾ 60% കൂടുതലാണ്. ഇത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൺഡേയിലെ പ്രയാസം അത് വിട്ടിട്ട് കാര്യമായിട്ടുള്ള വിലയിരുത്തലുകളൊന്നും നടക്കുന്നില്ല. കാതലായ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാതലായ തിരുത്തലുകൾ ഉണ്ടാകില്ലെന്ന് ഞാൻ ആവർത്തിച്ച് പറയാം. അതേ സമയത്ത് പ്രായോഗികമായൊരു സമീപനങ്ങൾ ഈ വിഷയത്തിൽ നിന്നല്ല ഏത് വിഷയത്തിലായാലും ഗവൺമെൻറ് സ്വീകരിക്കേണ്ടി വരും. ഏത് ഗവൺമെൻറ്? നാളെ VM സുധീരൻ കേരള മുഖ്യമന്ത്രിയായെന്ന് വിചാരിച്ചോ, അദ്ദേഹം മുഖ്യമന്ത്രി ആയാലും അദ്ദേഹത്തിനും പ്രായോഗികമായ നിലപാട് എടുക്കേണ്ടി വരും. പക്ഷേ മദ്യനയത്തിൽ മാറ്റം വരുത്തേണ്ട എന്ന നിലപാടിൽ ഉറച്ച KPCC പ്രസിഡന്റ് VM സുധീരൻ തുടരുകയാണ്. UDF പ്രഖ്യാപിച്ച മദ്യനയം പ്രായോഗിക വശങ്ങളെല്ലാം പരിശോധിച്ചാണെന്നും VM സുധീരൻ പറഞ്ഞു. എന്നാൽ മദ്യനയം ടൂറിസം മേഖലയെ ബാധിച്ചു എന്നത് പരിശോധിക്കുന്നതിൽ തെറ്റില്ല എന്നും സുധീരൻ വ്യക്തമാക്കി. സർക്കാരിന് പ്രായോഗികത കൂടി കണക്കിലെടുത്ത് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന മുഖ്യമന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും അഭിപ്രായത്തിന് വ്യക്തമായ മറുപടിയാണ് KPCC പ്രസിഡന്റ് VM സുധീരൻ നൽകിയത്. പ്രായോഗികമായ എല്ലാ വശങ്ങളും പരിശോധിച്ച് UDF ഒറ്റക്കെട്ടായാണ് മദ്യനയത്തിലെ തീരുമാനം കൈക്കൊണ്ടത്. ഈ പ്രായോഗികത എന്ന് പറയുന്നത് ജനങ്ങൾക്ക് എത്രമാത്രം ഗുണം കിട്ടുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു UDFിൻ്റെ ഓഗസ്റ്റ് 21 തീരുമാനം എന്ന് പറയുന്നത് വളരെ പ്രാഗ്മാറ്റിക്കാണ്, വളരെ പ്രാക്ടിക്കലാണ്. മദ്യനയത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം നിലവിലില്ല. നയത്തിനെതിരെ ഹൈക്കോടതി വിധി വന്നാൽ അതിന്റെ മുകളിൽ സുപ്രീം കോടതി ഉണ്ടെന്നും സുധീരൻ പറഞ്ഞു. എന്നാൽ ടൂറിസം മേഖലയെ ബാധിക്കുമെന്നത് പരിശോധിക്കുന്നതിൽ തെറ്റില്ല. UDF ഒറ്റക്കെട്ടായി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനം അതേപടി നിലനിൽക്കുകയാണല്ലോ. വേറെ ഏതെങ്കിലും ഒരു സാഹചര്യം വന്നിട്ടില്ല. ടൂറിസ്റ്റുകളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തുന്നതിലും തെറ്റില്ല. ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ അത് സുപ്രീം കോടതി വരെ ഉണ്ടല്ലോ. കോടതി എന്ന് പറയുന്നത് അന്തിമ വിധി വരുന്നത് അവിടെയല്ലേ. രാഷ്ട്രീയക്കാരുടെ പ്രതിച്ഛായ തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. തീരുമാനങ്ങൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്നയാളല്ല താനെന്നും സുധീരൻ പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. KPCC അധ്യക്ഷൻ VM സുധീരൻ നയിച്ച ജനപക്ഷ യാത്ര അവസാനിച്ചു. നവംബർ 4 മഞ്ചേശ്വരത്ത് നിന്നും തുടങ്ങിയ യാത്രയുടെ ഔദ്യോഗിക സമാപനം ഈ മാസം 9 രാഹുൽ ഗാന്ധി നിർവഹിക്കും. രാഷ്ട്രീയം പറയാതെയാണ് ജനപക്ഷ യാത്ര അവസാനിച്ചതെന്ന വിമർശനം ഇതിനോടകം തന്നെ കോൺഗ്രസിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മതേതര അക്രമരഹിത ലഹരി വിമുക്ത വികസന കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് നവംബർ 4 മഞ്ചേശ്വരത്തെ കുമ്പളയിൽ നിന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ ജനപക്ഷ യാത്ര ആരംഭിച്ചത്. 32 ദിവസം നീണ്ടുനിന്ന യാത്ര ഇന്ന് പാറശാലയിൽ സമാപിച്ചു. എന്നാൽ യാത്രയിൽ സുധീരൻ രാഷ്ട്രീയം പറഞ്ഞില്ലെന്ന പരാതി കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വന്നത് മദ്യനയത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിലുള്ള അതൃപ്തി വെളിവാക്കുന്നതായിരുന്നു. സുധീരന്റെ യാത്രയിൽ രാഷ്ട്രീയം പറഞ്ഞില്ലെന്ന ആക്ഷേപം K മുരളീധരൻ MLA ആയിരുന്നു ആദ്യം ഉന്നയിച്ചത്. രാഷ്ട്രീയം അറിയാത്തവരാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നതെന്നായിരുന്നു സുധീരൻ
ഇതിന് മറുപടി നൽകിയത്. എന്നാൽ രാഷ്ട്രീയം പറയാതെ കോൺഗ്രസ് യാത്ര നടത്തിയിട്ട് കാര്യമില്ലെന്ന എക്സൈസ് മന്ത്രിയുടെ പ്രതികരണം ജനപക്ഷ യാത്രയോടുള്ള കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു. കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥയിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം പറയേണ്ടി വരും, പറയാതിരിക്കാൻ പറ്റില്ല. മദ്യനയം പ്രഖ്യാപിച്ച് അത് നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തെങ്കിലും അതിന്റെ അലയൊലികൾ കോൺഗ്രസിൽ ഇനിയും ഉണ്ടാകുമെന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇത് നൽകുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. രാജ്മോഹൻ ഉണ്ണിത്താൻ, ആനത്തലവട്ടം ആനന്ദൻ, PC ജോർജ് എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ജനപക്ഷയാത്ര അവസാനിച്ചോ സാങ്കേതികമായി? ജനപക്ഷയാത്ര പാറശാലയിൽ അവസാനിച്ചു. അതിന്റെ സമാപന സമ്മേളനം 9-ാം തീയതി പുത്തരിക്കണ്ട മൈതാനം നടക്കും. ആ ജനപക്ഷയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിച്ചതിന് ശേഷമാണ് തിരുവനന്തപുരത്ത് റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം സ്റ്റുഡിയോയിൽ ഞാൻ എത്തിച്ചേരുന്നതാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതിനു മുമ്പ് സ്റ്റുഡിയോയിൽ എത്തുന്നതിന് മുമ്പ് ഫോണിൽ പറയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ജനപക്ഷയാത്രയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല. KPCC പ്രസിഡന്റോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോ ഈ കാലഘട്ടത്തിലൊരു ജാഥ നടത്തുമ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ അത് പൂർത്തിയാക്കാൻ കഴിയുന്നത് എന്ന് ഇന്ന് സംശയം പ്രകടിപ്പിച്ചത് എക്സൈസ് മന്ത്രി ശ്രീ K. ബാബുവാണ്. അതിന് ഉത്തരമുണ്ടോ താങ്കൾക്ക്? തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ നാളുകളായി ഈ ബാറുകൾ നഷ്ടപ്പെട്ട മദ്യം മുതലാളിമാരുടെ അതേ സ്വരത്തിലാണ് ബാബുവിന്റെ സംസാരം. അദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല. കാരണം കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ ജാഥയിൽ തിരുവനന്തപുരത്തുള്ള പാറശാലയിൽ സമാപിച്ചു. ഈ ജാഥയിൽ കേരളത്തിലെ 14 ജില്ലകളിലും റിപ്പോർട്ടർ ചാനലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടെ ശ്രീ VM സുധീരനും ഞാനും അടക്കം എല്ലാ നേതാക്കന്മാരും നടത്തിയ പ്രസംഗങ്ങളിൽ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും വളരെ പ്രസക്തമായി ചർച്ച ചെയ്തു. പക്ഷേ അതുപോലെ തന്നെ പ്രാധാന്യം സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടക്കുന്ന ആദ്യത്തെ യാത്ര ആയതുകൊണ്ടാകാം, ഒരുപക്ഷെ രാഷ്ട്രീയത്തെ പോലെ തന്നെ സാമൂഹ്യ പ്രശ്നങ്ങൾ മുഴച്ചു നിന്നുകൊണ്ടാകാം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ ചില ആളുകൾക്ക് വന്നത്. അതല്ല, ഇപ്പൊ അങ്ങാടിയിൽ തോറ്റൊരു അമ്മയോടെന്നുള്ളത് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത അച്ഛ ചെയ്യുന്നതെല്ലാം കുറ്റമെന്ന് പറയാറുള്ളത് പോലെ ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ആ ഇഷ്ടക്കുറവിന്റെ പേരിൽ അവർ മനഃപൂർവ്വം കുറ്റം കണ്ടുപിടിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ജാഥ സജീവമായി രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്തവർക്കും ഈ ജാഥയിലെ പ്രസംഗം കേട്ടവർക്കും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും അറിയാം, നന്നായി രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരു ജാഥ തന്നെയാണ്. തുടരുക ദയവായി PC ജോർജ്. ശ്രീ PC ജോർജ്, ബാറുടമകളുടെ അതേ സ്വരമാണ് ശ്രീ K. ബാബുവിനും എന്നാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശിക്കുന്നത്. ഇഷ്ടമില്ലാത്ത അച്ചി ചെയ്യുന്നതെല്ലാം കുറ്റം എന്ന നിലയിലും ഇവിടെ ശ്രീ K. ബാബു പറയുകയാണ്, ഞായറാഴ്ച ഡ്രൈഡേ ആക്കിയത് മാറ്റാൻ ആലോചിക്കുന്നു. 418 ബാറുകൾ ബിയർ വൈൻ പാർലറുകളാക്കുന്ന കാര്യത്തിൽ UDF ആണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ആ നിലയിൽ ചർച്ചകൾ മുന്നോട്ട് പോകുന്നു. മുമ്പ് പ്രായോഗികവാദികളും പ്രതിച്ഛായവാദികളും എന്ന നിലയിൽ വേർതിരിഞ്ഞ് നിന്നു എങ്കിൽ പോലും VM സുധീരനെ വെട്ടാൻ വേണ്ടി ഉമ്മൻചാണ്ടി അതിനേക്കാൾ വലിയ ആദർശവാദിയായി മാറുകയും അങ്ങനെ കേരളത്തിൽ പുതിയ മദ്യനയം ഉണ്ടാവുകയും ചെയ്തല്ലോ. ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ വീണ്ടും പ്രായോഗികവാദികളെന്നും പ്രതിച്ഛായവാദികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഏറ്റുമുട്ടലിൻ്റെ തുടക്കം നമ്മൾ കാണാൻ പോകുന്നത് ജനപക്ഷയാത്രയുടെ ഇന്നത്തെ അവസാനത്തോടു കൂടി ആയിരിക്കും. ഞാൻ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഈ ഗ്രൂപ്പ് വഴക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കമുണ്ട്. പക്ഷെ ഒരു വസ്തുത ഞാൻ പറയാം, KPCC മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല മദ്യനയം, അത് UDF തീരുമാനിക്കേണ്ടതാണ്. ആ UDFന്റെ തീരുമാനം എന്ത് എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 418 ബാറുകളോ 312 ബാറുകളോ തുറക്കാൻ UDF അനുവദിക്കുന്ന പ്രശ്നമില്ല, കേരള കോൺഗ്രസ് അനുവദിക്കുന്ന പ്രശ്നമില്ല. ആരുടെ ഭീഷണിക്ക് മുമ്പിൽ ഞങ്ങൾ വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. 312 തുറന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ശ്രീ PC ജോർജ്. അത് ഇതിനകം തന്നെ കോടതി തുറന്നു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിന്മേൽ അപ്പീൽ പോകുക എന്നുള്ളതൊക്കെ നടക്കില്ല ദിനേശേ. കോടതിയല്ല, ലോക കോടതി വന്നാലും ഞങ്ങളത് അടപ്പിക്കും. ദയവായിട്ട് അവിടെ ഇരുന്നു കാണാം. നമുക്ക് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? ഒരു മദ്യഷാപ്പും കാണുകയില്ല. പ്രശ്നം അതല്ല, ബിയറും ബാറും തമ്മിൽ ഞങ്ങൾക്കൊരു പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് നിയമപരമായ പ്രശ്നങ്ങളുണ്ട്, വിശ്വാസപരമായ പ്രശ്നങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് തീരുമാനിക്കാൻ പറ്റൂ.
15-ാം തീയതി ഞങ്ങൾ UDF-ന്റെ യോഗം വെച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് തീരുമാനിക്കും. അതൊക്കെ ആയിക്കോട്ടെ. PC ജോർജ്, ഞാൻ താങ്കൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തിരികെ വരികയാണ്. ഇപ്പോൾ മദ്യനയത്തിന്റെ വിജയാഹ്ലാദം എന്ന നിലയിലാണ് VM സുധീരൻ തെരഞ്ഞെടുപ്പ് ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ജനപക്ഷയാത്ര സംഘടിപ്പിച്ചത്. അത് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതിനകം തന്നെ 312 ബാറുകൾ തുറന്നു കൊടുത്തു കോടതി എങ്കിൽ 22 പുതിയ ബാറുകൾ കൂടി ഇരിക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് 4 സ്റ്റാർ ക്ലാസിഫിക്കേഷനുള്ള ഏത് ഹോട്ടലിനും ഇനി ബാർ ലൈസൻസ് നൽകണമെന്ന നിർദ്ദേശം ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 312 എന്ന പഴയ നിലയിൽ നിന്ന് കൂടുതലായി ഇനി 4 സ്റ്റാർ ബാറുകളെ തട്ടി ഈ നാട്ടിൽ നടക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടോ? പിന്നെ എങ്ങനെയാണ് താങ്കൾ ലോക കോടതി വിധിച്ചാൽ പോലും അങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറയുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നികേഷേ, കോടതിയുടെ അധികാരത്തിൽ നിന്നാ മതി. കോടതി നയപരമായ കാര്യമൊക്കെ തീരുമാനിക്കുന്നത് ഗവൺമെന്റാ, അത് കോടതിയല്ല. കോടതിയുടെ അധികാരം ഉപയോഗിക്കുന്നത് എവിടൊക്കെയാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് അറിയാം. അതിന് വിരുദ്ധമായി ബഹുമാനപ്പെട്ട ഏതെങ്കിലും കോടതി അധികാരം ഉപയോഗിച്ചാൽ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ മേൽക്കോടതികളുണ്ട്. ആ ബഹുമാനപ്പെട്ട മേൽക്കോടതികളിലേക്ക് ഞങ്ങൾ പോകും. ആ മേൽക്കോടതികളിലൊക്കെ മന്ത്രിമാര് വേണ്ട, MLA വേണ്ട, ജഡ്ജിമാര് മാത്രം അതിന് തീരുമാനിച്ചാൽ മതിയായിരുന്നല്ലോ. അതൊക്കെ വെറുതെ പറയാൻ കൊള്ളാം ശ്രീ PC ജോർജ്. കോടതികളിൽ ഗവൺമെന്റുകൾ എടുക്കുന്ന സമീപനം കൂടി ആത്മാർത്ഥതയുള്ളതായിരിക്കണം എന്നുകൂടി ഇതിന്റെ കൂട്ടത്തിൽ താങ്കൾ പറയണമെന്ന് തോന്നുന്നു. ഷിയാനത്തലവട്ടമാനന്ദൻ, ഇവിടെ ജനപക്ഷയാത്ര തുടങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലൊരു പുതിയ മദ്യനയം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ഒരു വിജയകരമായ ഒരു നയരൂപീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഇന്ന് തിരുവനന്തപുരത്ത് അവസാനിച്ചത്. ശ്രീ VM സുധീരനെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായ ഒരു നിമിഷത്തിൽ തന്നെയല്ലേ അദ്ദേഹം ഈ ജനപക്ഷയാത്ര നടത്തിയത്. നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് സാമൂഹ്യ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ജനപക്ഷയാത്രയുടെ വിജയമായി നാം കാണണ്ടേ? ആ വിഷയങ്ങൾ ശ്രീ സുധീരൻ്റെ സുധീരനും ഉണ്ണിത്താനും കൂടെ ജാഥ തുടങ്ങിയല്ലോ. ആ ജാഥ ആരംഭിച്ചിട്ട് പര്യവസാനിക്കുന്ന അവസരത്തിൽ ആ വിഷയങ്ങൾ എവിടെ നിൽക്കുന്നു? മദ്യമാണ് പ്രധാനമായി സുധീരൻ്റെ ഗ്ലാമർ വർദ്ധിപ്പിക്കാനെന്ന് പറഞ്ഞുകൊണ്ട്, അഥവാ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് നേടാനുള്ള ഒരു ആയുധമായി ഉയർത്തിക്കൊണ്ടുവന്ന മദ്യനിരോധനമാണ്. സമ്പൂർണ്ണ മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്ന് പറഞ്ഞു. ഇപ്പം ജാഥ അവസാനിക്കുമ്പോൾ ആ നിരോധനം ഘട്ടം ഘട്ടമായി പിൻവലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മദ്യത്തിൻ്റെ ആ വീര്യത്തിൽ വെള്ളം ചേർത്ത് ഇന്നിപ്പോൾ നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ 312 ബാറും ഇവർ ഒരുമിച്ച് പൂട്ടിയതാണ്. കോടതി മര്യാദയ്ക്ക് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. 418 ബാർ ആദ്യം പൂട്ടിയതിൽ അതിൽ തന്നെ 12 ബാറും പിന്നെ 22 ബാറും തുറന്നു കൊടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല 4 സ്റ്റാർ ബാറുകൾക്കെല്ലാം അനുമതി കൊടുക്കണമെന്നും കോടതി പറഞ്ഞു. എൻ്റെ സ്നേഹിതൻ PC ജോർജ് പറയുകയാണ്, ഞങ്ങൾ MLA-മാരും മന്ത്രിമാരും MP-മാരുമായി ജനങ്ങൾ തിരഞ്ഞെടുത്തവർ പിന്നെ എന്തിനാ കാശിക്ക് പോകണമെന്ന് ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഭരണത്തിൽ കാണിക്കുന്ന കൊള്ളരുതായ്മകളെ നിയമവും നീതിയും നടപ്പാക്കുന്ന കാര്യത്തിൽ MLA-മാരും MP-മാരും ഗവൺമെന്റും ശ്രദ്ധിച്ചാൽ കോടതി ഇടപെടില്ല. രാജ്യത്തിന്റെ മുതൽ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ ഭരണാധികാരി ഇടപെട്ടാൽ കോടതി ഇടപെടണ്ടേ? അതല്ലേ കോടതി ഇടപെട്ട് ഇപ്പൊ പറഞ്ഞല്ലോ സുപ്രീം കോടതി ഉണ്ടെന്ന്. ഞങ്ങളും പറയാണ് സുപ്രീം കോടതി ഉണ്ട്. സുപ്രീം കോടതി ഉള്ളത് കൊണ്ടാണ് 2G സ്പെക്ട്രത്തിലും കൽക്കരി ഖനി കുംഭകോണത്തിലും എല്ലാം പോയി ജയിലിൽ കിടക്കേണ്ടി വന്നത്. സുപ്രീം കോടതി ഉള്ളത് കൊണ്ടാണ്. സുപ്രീം കോടതി ചോദിച്ചു എന്തുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്? ഭരണഘടനാപരമായി ശരിയായിരിക്കണമെന്നാണ് ഡോക്ടർ TM തോമസ് ഐസക് ഇത്തരത്തിലൊരു മറുപടി നിയമസഭയിൽ പറഞ്ഞപ്പോൾ ശ്രീ K ബാബുവിനോട് പ്രതികരിച്ചത്. തുടരുക. അഡ്വക്കേറ്റ് ജയശങ്കർ, മദ്യനയത്തിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നു, എന്നാൽ അടിസ്ഥാനപരമായ മാറ്റം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. ഹൈക്കോടതിയിൽ അന്തിമവിധി വന്നതിന് ശേഷം ചേരുന്ന UDF യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നാണ്. അടിസ്ഥാനപരമായ മാറ്റം കോടതി ചെയ്തു തന്നോളും, മറ്റു മാറ്റങ്ങൾ ഞങ്ങൾ ഗവൺമെൻറ് തലത്തിൽ ചെയ്തു കൊള്ളാം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ശ്രീ VM സുധീരനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഉയർത്തുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ വിശദമായി പരിഗണിച്ച് തന്നെയാണ് UDF യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ നയത്തിൽ മാറ്റം വരുത്തേണ്ട, തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, ഞാനും അടിച്ചേൽപ്പിക്കില്ല എന്ന നിലപാട് ശ്രീ VM സുധീരൻ എടുക്കുമ്പോൾ മദ്യനയത്തിൽ ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ച മാറ്റത്തെ തടയിടുന്നതാകുമോ, അല്ലെങ്കിൽ VM സുധീരന് അങ്ങനെ തടയിടാൻ കഴിയുമോ? അല്ല, ഇവിടെ മുഖ്യമന്ത്രി ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കുമെന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ആയ മുതൽക്ക്
പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഘട്ടം ഘട്ടമായി അടച്ച ബാറുകൾ തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ ചിലതൊക്കെ കോടതിയുടെ മറ പിടിച്ച് ചെയ്യുന്നു, ചിലതൊക്കെ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ചെയ്യുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഞായറാഴ്ച ഡ്രൈഡേ ആക്കിയത് മാറ്റണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ വലങ്കൈയായിട്ടുള്ള ഡൊമിനിക് പ്രസന്റേഷൻ ഒരു സബ്മിഷൻ ഉന്നയിക്കുന്നത് കണ്ടു. ഡൊമിനിക് പ്രസന്റേഷൻ സബ്മിഷൻ ഉന്നയിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉമ്മൻചാണ്ടി തന്നെ സബ്മിഷൻ ഉന്നയിച്ചതിന് തുല്യമാണ്. കാരണം ഡൊമിനിക്കും ഉമ്മൻചാണ്ടി തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ആദർശ മഹത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നിലവാരമുള്ള ബാറുകൾ പൂട്ടാൻ തീരുമാനിച്ചത്. നിലവാരമില്ലാത്ത ബാറുകൾ പൂട്ടണമെന്ന് സുധീരൻ പോലും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് 418 ബാർ പൂട്ടിയത്. മുഖ്യമന്ത്രിയുടെ മഹത്വം തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം നിലവാരമുള്ള ബാറുകൾ 3 സ്റ്റാർ 4 സ്റ്റാർ കൂടി പൂട്ടാൻ തീരുമാനിച്ചു. അതുകൂടാതെ ഞായറാഴ്ച ഡ്രൈഡേ ആക്കാൻ തീരുമാനിച്ചു. അതിനു പുറമെ 10% ബിവറേജസിന്റെ ഔട്ട്ലെറ്റുകൾ പൂട്ടാൻ തീരുമാനിച്ചു. ഇതെല്ലാം അസംബന്ധമാണ്, അപ്രായോഗികമാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അദ്ദേഹത്തിന്റെ ഇപ്പോൾ വീണടം വിദ്യയാക്കാനുള്ള പരിപാടിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ പുതിയ നമ്പറുകൾ, പ്രായോഗികമായ മാറ്റങ്ങൾ വരുത്തും. പിന്നെ തത്വാധിഷ്ഠിതമായിട്ട് എന്ത് മാറ്റമാണ് വരുത്തുന്നത്? താത്വികമായിട്ട് അദ്ദേഹം മദ്യവർജനത്തിന് വേണ്ടി നിലനിൽക്കുന്നു, പക്ഷെ പ്രായോഗികമായിട്ട് ബാറുകാർക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഇത്രയുള്ള ഉമ്മൻചാണ്ടിയുടെ മദ്യനയം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, VM സുധീരൻ മുഖ്യമന്ത്രിയായാലും സർക്കാർ കാര്യങ്ങൾ അങ്ങനെയാണ്. ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞതിന് ശേഷം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് പ്രായോഗികമായ വശങ്ങൾ കൂടി പരിഗണിച്ച് മാറ്റങ്ങൾ വരുത്തും. ശ്രീ കെ ബാബുവിൻ്റെ വാക്കുകൾ ഇതാണ്, VM സുധീരൻ മുഖ്യമന്ത്രി ആയാലും അത്തരം മാറ്റങ്ങൾ വേണ്ടിവരും എന്ന്. സാമൂഹ്യ വിപത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഈ മദ്യനയത്തിന്റെ കാര്യത്തിൽ ശ്രീ VM സുധീരൻ ഇത്രയും പിടിവാശി കാണിച്ചത്. ഞാൻ നികേഷിനോട് ഒരു കാര്യം അടിവരയിട്ട് പറയാം. കേരളത്തിലെ UDF ഏകകണ്ഠമായി തീരുമാനം വെച്ച ഈ മദ്യനയം, ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഈ മദ്യനയം, ആ മദ്യനയത്തിൽ ഒരു മാറ്റവും കേരളത്തിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല, വരുമെന്നാരും പ്രതീക്ഷിക്കുകയും വേണ്ട. കാരണം മുഖ്യമന്ത്രി ഇപ്പൊ അടിക്കടിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചില തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ ആളുകൾ പ്രചരിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് UDFന്റെ പ്രഖ്യാപിതമായ മദ്യനയത്തിൽ ഒരു മാറ്റമില്ല. അതേസമയം പ്രായോഗികമായി ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, നാഷണൽ ഹൈവേയുടെ ഓരത്ത് കാണുന്ന ബാറുകൾ മാറ്റണം, കോടതിയുടെ ഒരു നിരീക്ഷണം വന്നിട്ടുണ്ട്. ഒന്നതാണ്. 2, ഈ ബിയർ വൈൻ പാർലറുകളുടെ കാര്യത്തിൽ UDF ഒരു തീരുമാനമെടുത്തിട്ടില്ല, അതിനെക്കുറിച്ച് പ്രായോഗികമായ ഒരു തീരുമാനം 2. 3, കേരളത്തിലെ ബാറുകൾ പൂട്ടുന്നതിനെ കുറിച്ചൊരു തീരുമാനം UDF എടുത്തിട്ടില്ല, അത് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. അതോടൊപ്പം തന്നെ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ UDFന്റെ ഞാൻ ഈ കാറിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോ കേരളത്തിലെ UDF പ്രഖ്യാപിച്ചിട്ടുള്ള മദ്യനയത്തിൽ മാറ്റമില്ല. അതുപോലെ ടൂറിസത്തിൽ ഈ ബോട്ട് ഉടമകൾ കായൽ ടൂറിസത്തിന് വേണ്ടി കുറെ ബോട്ടുകൾ വാങ്ങിച്ചു, അത് നഷ്ടത്തിന് പൈസ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അതാണ് ടൂറിസത്തിന്റെ പ്രായോഗികത. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഞാൻ ഇപ്പോൾ താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, താങ്കൾ വേഗത്തിൽ സ്റ്റുഡിയോയിൽ എത്തുക. ശ്രീ PC ജോർജ്, പക്ഷേ ഓഗസ്റ്റ് 21 UDF എടുത്ത തീരുമാനം പ്രാഗ്മാറ്റിക്കും പ്രാക്ടിക്കലുമാണ് എന്നാണ് ശ്രീ VM സുധീരൻ പറഞ്ഞത്. താങ്കളടക്കമുള്ള നേതാക്കൾ, കേരള കോൺഗ്രസ് M അടക്കമുള്ള പാർട്ടികൾ ഇരുന്ന് ഒരു തീരുമാനമെടുക്കുക, പിന്നീട് അതിൽ പുനർവിചിന്തനം ഉണ്ടാവുക, മാറ്റുന്നു എന്ന തോന്നൽ പൊതുവെ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല നിയമസഭയിൽ തന്നെ അത് പ്രഖ്യാപിക്കുക, കോടതി ഗവൺമെൻറ് അഭിഭാഷകനോട് ചോദിക്കുന്ന സാഹചര്യം, എന്തെങ്കിലും മാറ്റം മദ്യനയത്തിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കോടതിയെ അറിയിക്കണം എന്ന നിലയിൽ ആ ഭാഗത്ത് നിന്ന് ഒരു സമ്മർദ്ദം വരിക, ഇതൊക്കെ തന്നെയും എടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്നതിൻ്റെ സൂചന തന്നെയല്ലേ? ഒരിക്കലുമല്ല. നികേഷ് പറഞ്ഞത് ശരിയല്ല. 22-ാം തീയതി UDF എടുത്ത തീരുമാനത്തിന് ഒരു മാറ്റം ഞങ്ങൾ ഇതുവരെ വരുത്തിയിട്ടില്ല, വരുത്തുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കുന്നുമില്ല. PC ജോർജ് എക്സൈസ് മന്ത്രിയാണെന്ന് പറയുന്നത് ഞായറാഴ്ച ഡ്രൈഡേ ആക്കുന്നത് ഗുണം ചെയ്തിട്ടില്ല, അത് മാറ്റാൻ പോവുകയാണെന്ന്. അത് കാര്യം എന്താണെന്നറിയാമോ നികേഷ്? ചുമ്മാ നികേഷ് പഠിക്കും. കേൾക്കുന്നില്ല, അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. ശ്രീ അനന്തലവട്ടം ആനന്ദൻ, ഗവൺമെൻറ്റിനെ ചീത്ത പറയാൻ വളരെ എളുപ്പമാണ്. നിയമസഭയിലെ പോലെ തന്നെ നിയമസഭയിൽ അങ്ങനെയാണ്. ഭരണപക്ഷം കെ ബാബു പ്രത്യേകിച്ച് പ്രതിപക്ഷ ബെഞ്ചിനോട് ചോദിക്കും, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യങ്ങളിൽ? ഈ പറയുന്ന 418 ബാറുകൾ അങ്ങനെ തന്നെ അടച്ചിടണമെന്നാണോ, അതോ അവിടെ ബിയർ വൈൻ പാർലറുകൾക്കുള്ള ലൈസൻസ് നൽകണമെന്നതാണോ
ഈ ഡ്രൈ ഡേ ഞായറാഴ്ച അത് മാറ്റണോ അതോ തുടരണോ? ക്ലബ്ബുകൾക്ക് ബാർ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, അക്കാര്യത്തിൽ UDF തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ 312 ബാറുകളുടെ കാര്യത്തിൽ അത് തുടരട്ടെ എന്നാണോ അതോ അതിൽ മാറ്റം വരുത്തണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷവും അഭിപ്രായം പറഞ്ഞാൽ ഗവൺമെൻറ്റിന് നയരൂപീകരണം കുറെ കൂടി സുഗമമാകുമായിരുന്നു. അല്ല, ഇവരെ പ്രഖ്യാപിച്ച നയത്തെ ഞങ്ങൾ പരസ്യമായി അന്ന് എതിർക്കാതിരുന്നതിൻ്റെ ഫലമായി ഇവരുടെ മുന ഒടിഞ്ഞുപോയി. എന്താണെന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടി നാട് മുഴുവൻ കള്ളുകുടിയന്മാരെ ഉണ്ടാക്കാൻ നടക്കുന്നു എന്ന് പ്രസംഗിച്ച് നടക്കാൻ ഒക്കാതെ പോയി. ഞങ്ങളന്ന് അതിന് സ്വാഗതം ചെയ്തിട്ട് പറഞ്ഞ് മദ്യ ഉപഭോഗം കുറയ്ക്കാനാണെങ്കിൽ നിങ്ങളെടുക്കുന്ന നടപടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അസംബ്ലിയിൽ തന്നെ എക്സൈസിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി പറഞ്ഞു, ഈ 418 ബാർ പൂട്ടിയിട്ടും ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളെല്ലാം 10% പൂട്ടിയിട്ടും ഇവിടെ സംഭവിച്ചിരിക്കുന്ന 1% ഉപഭോഗം കുറഞ്ഞു എന്നാണ്. 1%. എന്നാൽ സർക്കാരിൻ്റെ വരുമാനമോ ഇതെല്ലാം നിരോധിക്കുന്നതിന് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ വരുമാനം. ഇനി 1% കണക്കെടുക്കാം. കണ്ണുള്ളവരൊക്കെ കാണുന്നില്ലേ, കാതുള്ളവർക്ക് കേൾക്കുന്നില്ലേ? എത്ര ലോഡ് സ്പിരിറ്റാണ് ഇവിടെ വന്ന് ഇപ്പം പിടിക്കുകയും ചിലതെല്ലാം പിടിച്ചു. 100 എണ്ണം വരുമ്പോഴായിരിക്കും 1 എണ്ണം പിടിക്കുന്നത്. ആ കള്ള സ്പിരിറ്റ് കൊണ്ടുവന്ന് വ്യാജമദ്യമുണ്ടാക്കി ഇതെല്ലാം വിതരണം നടത്തുന്ന കൂടെ ചേർക്കുമ്പോൾ ഉപഭോഗം കുറഞ്ഞോ കൂടിയോ? പിന്നിപ്പോൾ ഇവർ തന്നെ തെറ്റ് തിരുത്തുന്നുണ്ട്. അവർ പറഞ്ഞു ട്രൈ ഡേ സൺഡേ ആക്കിയപ്പോഴേക്കും സാറ്റർഡേ അവർക്ക് 40% കൂടെ വിൽപ്പന കൂടുതൽ നടക്കുന്നു. എന്തൊരു അശാസ്ത്രീയമായ പണിയാണ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ എൻ്റെ സ്നേഹിതൻ ഉണ്ണിത്താനും അതേപോലെ സ്നേഹിതനായ VM സുധീരനും കൂടെ ജാഥ നടത്തി. രാജ്യത്തെ ഏത് പ്രശ്നം, ഈ മദ്യപ്രശ്നം പറഞ്ഞിട്ട് നടക്കുക. ഇവരുടെ നേതൃത്വം കൊണ്ട് ഇവർ ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, 13 ട്രാൻസ്പോർട്ട് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു പെൻഷൻ കിട്ടാത്തതിൻ്റെ ഫലമായി. കേരളത്തിന്റെ ചരിത്രത്തിൽ ശമ്പളം കൊടുക്കാതെ KSRTC ബസ് മുഴുവൻ പണിമുടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക്, ആ ജീവനക്കാർ മുഴുവൻ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വില ചെയ്ത കാശ് വേണമെന്നും പറഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ പോയിട്ടുണ്ടോ? ഇവർ ഈ ജാഥ നടത്തുമ്പോഴല്ലേ എന്താ ശ്രീ ഉണ്ണിത്താനും സുധീരനും അവർക്ക് കാശ് കൊടുക്കണമെന്ന് പറയാതെ, വില ചെയ്ത കാശ് കൊടുക്കണമെന്ന് പറയാത്തത്? 600-700 രൂപ കൂലി കിട്ടുന്ന മാസം ശമ്പളം കിട്ടുന്ന ആശാ വർക്കേഴ്സ് അവർ 8-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വരെ 4-5 മാസമായി ശമ്പളം കൊടുക്കുന്നില്ല. എന്തിവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ? ആ ഗവൺമെന്റ് ഇല്ലാത്ത നിശ്ചലാവസ്ഥയിൽ കിടക്കുന്ന ഒരു ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് ശ്രീ VM സുധീരനും എൻ്റെ അടുത്തിരിക്കുന്ന സ്നേഹിതൻ ഉണ്ണിത്താനും. നിങ്ങൾ എങ്ങനെ ഈ ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ പോയി പറയും? രാജ്യത്തിന്റെ ഭരണം സ്തംഭിച്ചിരിക്കുകയല്ലേ? കരാറുകാരൻ വേല ചെയ്ത കാശ് കൊടുക്കാത്തതിന് പറഞ്ഞാൽ അവൻ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്ന് കിടക്കുന്നു. ഈ സർക്കാരിന്റെ പണി ഇനി ഒന്നും എടുക്കില്ലെന്ന് പറയുന്നു. ഇത്രയും പാപ്പരായ നിശ്ചലാവസ്ഥയിലായ ഒരു ഗവൺമെന്റ് കേരള പിറവിക്ക് ശേഷം കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ ഇന്ന് ശ്രീ സുധീരന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. കൊലപാതകത്തിന്റെ, മാനഭംഗപ്പെടുത്തലിന്റെ കേരളത്തിൽ നടക്കുന്നതിന്റെ കണക്കുകാർ പറയുന്നു. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്താകെ ഇത് വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെ എൻ്റെ സ്നേഹിതനും അതുപോലെ PC ജോർജും പറയാണ് ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി. ഞാൻ ചോദിട്ടെ, കോൺഗ്രസിന് ഒരു നയമുണ്ടോ? മദ്യനയം. കേരളത്തിൽ മാത്രം ഒരു നയം, ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ വേറൊരു നയം. ആണസ്റ്റായിട്ട് പറയൂ, ഞങ്ങളുടെ നയം എല്ലായിടത്തും മദ്യം നിരോധിക്കലാണെന്ന്. എന്നാൽ നിങ്ങൾ ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന ഇതര സംസ്ഥാനങ്ങളിലെല്ലാം മദ്യമുണ്ട്. ഡിസ്റ്റിലറി പ്രവർത്തിക്കുന്ന അവിടെയാണ്. അതിനൊന്നും ഇവർക്ക് തടസ്സമില്ല. കേരളത്തിൽ ഞങ്ങൾ ഇതെല്ലാം കൊണ്ട്, കേരളത്തിൽ നിങ്ങൾ വന്ന് അൾട്ടർ ഫെയിലുവറായി. ഇതെല്ലാം നിങ്ങൾ കൊണ്ടുവന്നതിൽ വെള്ളം ചേർത്ത് ഇപ്പൊ ജാഥ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അടച്ചിരുന്ന മദ്യഷാപ്പുകൾ ജാഥ അവസാനിച്ചപ്പോൾ തുറന്നു. അവിടെ എല്ലാം മദ്യവിൽപ്പന ആരംഭിച്ചിരിക്കുന്നു. വ്യക്തമായ ചോദ്യങ്ങളാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഉന്നയിക്കുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അതിനൊക്കെ തന്നെ മറുപടി വളരെ ചുരുക്കിയാണെങ്കിൽ നല്ലത്. ആനത്തലവട്ടം ആനന്ദൻ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന പോലെ കസറുകയാണ്. ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുകയാണെന്നുള്ളൊരു ബോധം അദ്ദേഹം കാണിക്കുന്നില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്കാർ മാത്രം കേൾക്കുകയല്ല, കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞോട്ടെ കേരളത്തിലെ 730 ബാറുകൾ അടച്ചുപൂട്ടാൻ UDF തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ മദ്യ മുതലാളിമാർ കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ട്, മദ്യനയത്തെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി അത് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. കോടതി 4 സ്റ്റാർ 5 സ്റ്റാർ ഹെറിറ്റേജ് തുറക്കാൻ പറഞ്ഞു. ഈ തുറക്കാൻ പറഞ്ഞ ബാറുകളൊക്കെ തന്നെ കോടതിയുടെ അന്തിമമായ വിധിയുടെ അടിസ്ഥാനത്തിൽ പൂട്ടേണ്ടി വരും. കേരളത്തിൽ ഒരു മദ്യനയം രൂപീകരിച്ചത് UDF ആണ്. ആ നയത്തെ ചോദ്യം ചെയ്യാൻ ഒരു കോടതിക്കും അവകാശമില്ല, ഒരു കോടതിയും ചോദ്യം ചെയ്യാൻ പോകുന്നുമില്ല. അതുകൊണ്ട് അന്തിമമായ വിധി വരുമ്പോൾ UDF പൂട്ടാൻ തീരുമാനമെടുത്ത
730 ബാറുകളും പൂട്ടും, യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ അതിൽ അടിയുറച്ചു നിൽക്കുന്നു. പക്ഷേ ഈ മദ്യനയം പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾക്ക് പിന്തുണ തന്ന പിണറായി വിജയൻ മാറി. ജനപക്ഷ യാത്രയാണ്. ജനപക്ഷ യാത്ര ഇതിന്റെ വിദ്യാഹ്ലാദം എന്ന നിലയിൽ തുടങ്ങിയതാണല്ലോ. ആ ജനപക്ഷ യാത്ര അവസാനിക്കുമ്പോൾ എല്ലാ ബാറുകളും തുറന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ സംജാതമായിരിക്കുന്നത്. അത് നിങ്ങളിലെ രാഷ്ട്രീയ കളി കൊണ്ടുകൂടിയാണെന്നാണ് ശ്രീ ആനത്തലവട്ടം പറയുന്നത്. ആനത്തലവട്ടം ആനന്ദൻ ഈ ജനപക്ഷ യാത്ര കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന സാമൂഹ്യ മാറ്റം അദ്ദേഹം കാണുന്നില്ല. കാരണം ഈ ജനപക്ഷ യാത്രയിൽ കോൺഗ്രസ് യാത്രയല്ല, UDF യാത്രയല്ല, ഇതിനകത്തേക്ക് ആകർഷിച്ചു വന്നിരിക്കുന്ന ജനങ്ങൾ വളരെ വലുതാണ്, സ്ത്രീകൾ വളരെ വലുതാണ്. കേരളത്തിലെ 98% സ്ത്രീകൾ VM സുധീരന്റെ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയ ഒരു സർവേ പറയുന്നുണ്ട്. 86% പുരുഷന്മാർ പിന്തുണയ്ക്കുന്നു. ഞാൻ ആനത്തലവട്ട ആനന്ദനോട് പറയുന്നത് ആ 98% സ്ത്രീകളോടൊപ്പം VM സുധീരനോടൊപ്പം ശ്രീ ആനത്തലവട്ട ആനന്ദനും അദ്ദേഹത്തിന്റെ പാർട്ടിയും നിൽക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായിരിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങളെ സാമൂഹ്യ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ സുധീരൻ എടുത്ത സുധീരമായ തീരുമാനം കേരളത്തിലെ പൊതുജന സമൂഹം അംഗീകരിച്ചിരിക്കുന്നു. അതാണ് ജനപക്ഷ യാത്രയ്ക്ക് കിട്ടിയ ബഹുജന അംഗീകാരം. ആ അംഗീകാരം കണ്ട് സമനില തെറ്റിയിട്ടാണ് ഇപ്പൊ ആനത്തലവട്ടം ആനന്ദൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിരാശ എനിക്ക് മനസ്സിലാകും, അദ്ദേഹത്തിന്റെ ആശങ്ക എനിക്ക് മനസ്സിലാകും. പക്ഷേ അദ്ദേഹത്തെ പോലൊരു നേതാവ് ഈ സാമൂഹ്യ വിപത്തിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ജനപക്ഷ യാത്രയുടെ വികാരം ഉൾക്കൊണ്ട് അതിന് പിന്തുണ കൊടുത്ത് ഭാവിയിൽ ഞങ്ങൾ ആരംഭിക്കുന്ന ശ്രീ PC ജോർജ്, ഈ മാസം അഡ്വക്കേറ്റ് ജയശങ്കർ ഈ മാസം 15-ന് UDF യോഗം ചേർന്ന് ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തുമെന്നാണ് നമ്മുടെ മുന്നിലുള്ള ധാരണ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞത് ഹൈക്കോടതിയുടെ അന്തിമ വിധിക്ക് ശേഷം പൂർണ്ണ വ്യക്തത UDF യോഗം ചേർന്ന് ഉണ്ടാകുമെന്നാണ്. നമ്മൾ ജനപക്ഷ യാത്രയിലേക്ക് തിരികെ വന്നാൽ ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് പോലെ ഒരു സാമൂഹ്യ മാറ്റത്തിനുള്ള ആദ്യത്തെ ജാഥ എന്ന നിലയിൽ അത് ശ്രദ്ധ കൈവരിച്ചിട്ടുണ്ടോ? പൊതുസമൂഹം അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഈ സുധീരന്റെ ജനപക്ഷ യാത്ര പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അതിന്റെ ശോഭ കടത്താനെങ്കിലും കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പുകളും കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പൊതുജനങ്ങളുടെ ഇടയിൽ സാമാന്യ സ്വീകാര്യത നേടിയിട്ടുണ്ട്. കാരണം VM സുധീരനെ പോലെ വളരെ പ്രതിച്ഛായുള്ള ഒരു വ്യക്തി, പ്രതിച്ഛായ മാത്രമല്ല കൊണ്ടുള്ള ഒരാളാണ് സുധീരൻ. അദ്ദേഹം ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആർജവത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ മറ്റു തരത്തിലുള്ള യോഗ്യതകളെ കുറിച്ചൊന്നും ആർക്കും യാതൊരു സംശയമില്ല. അതുകൊണ്ട് അദ്ദേഹം നയിച്ച ഒരു യാത്ര എന്നുള്ള നിലയ്ക്ക് പൊതുസമൂഹത്തിനിടയിൽ സാമാന്യമായിട്ട് ഇതിന് ഒരു സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട്. അത്രത്തോളം അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങൾ അത് കേവലം രാഷ്ട്രീയ വിഷയങ്ങളായിരുന്നില്ല. പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ BJPയോ നരേന്ദ്രമോദിയോ മോശക്കാരനാക്കാൻ വേണ്ടി നടത്തിയ ഒരു യാത്രയല്ലായിരുന്നു. സാമൂഹ്യമായ പല വിഷയങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. അതൊക്കെ ജനങ്ങൾ ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിന്റെ ധാർമ്മികമായിട്ട് ഒരു പിന്തുണ പൊതുസമൂഹത്തിനിടയിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു അനുമാനം. ഞാൻ പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ രീതിയിലുള്ള. പക്ഷേ ശ്രീ K മുരളീധരനെ പോലുള്ളവർ ഉന്നയിക്കുന്ന വിമർശനങ്ങളും അവിടെ കാണുന്നില്ലേ? ജവഹർലാൽ നെഹ്റുവിന്റെ വിഷയം ഞാൻ ആ രീതിയിൽ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ മുരളീധരൻ ഉദ്ദേശിച്ച പോലത്തെ ഇതൊരു രാഷ്ട്രീയമായ ഒരു യാത്രയായിരുന്നില്ല. ഇത് പൂർണ്ണമായിട്ടും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ വേലിക്കെട്ടിനകത്ത് നിന്നുള്ള ഒരു യാത്ര. പിണറായി വിജയന്റെ കേരള മാർച്ച് പോലെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മോചന യാത്ര പോലുള്ള ഒരു യാത്രയായിരുന്നില്ല. ഇത് കുറെ കൂടി വിശാലമായ അർത്ഥത്തിൽ നാളെയുടെ രാഷ്ട്രീയം എന്ന് VM സുധീരൻ പറയുന്ന ഒരു സംഗതി. നമുക്ക് അതിനോട് യോജിക്കുകയോ ചെയ്യുക, അത് വേറെ കാര്യം. പിന്നീട് അത് മാത്രം ഫലപ്രാപ്തിയിൽ എത്തും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംശയമുണ്ട്. ഇപ്പൊ സുധീരൻ പ്രധാനപ്പെട്ട പല വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ബാബുവിനെ പോലുള്ള ആളുകൾ തന്നെ അത് തകിടം മറിക്കാനുള്ള ശ്രമങ്ങൾ മറുഭാഗത്ത്. ബാബു വ്യക്തമായി തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. ശ്രീ PC ജോർജ്, ബാബു ഇന്ന് പറയുന്നു ഞായറാഴ്ച ഡ്രൈഡേ മാറ്റാൻ പോവുകയാണ്. 418 ബാറുകൾക്ക് ബിയർ വൈൻ പാർലർ ലൈസൻസ് നൽകുന്ന കാര്യം UDFന് തീരുമാനിക്കാൻ കഴിയുമെന്ന്. ഈ രണ്ട് കാര്യങ്ങളിലും കേരള കോൺഗ്രസ് എമ്മിന്റെ അല്ലെങ്കിൽ PC ജോർജിന്റെ നിലപാട് പറഞ്ഞേ. കേരള കോൺഗ്രസ് നിലപാടേ പറയുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഡ്രൈഡേ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ ബാറുകൾ തുറക്കുക എന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെ ബിയർ വൈൻ പാർലറെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിയമപരമായ കാര്യം പരിശോധിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കള്ള് നിരോധിക്കാൻ കഴിയില്ല. നമുക്ക് കള്ളിനകത്ത് 17% ആൽക്കഹോളുണ്ട്. 10% ആൽക്കഹോളുള്ള ബിയറും ഇത് വളഞ്ഞ മൂക്ക് പിടിക്കലാണ്. ശ്രീ PC ജോർജ്, ഈ 418 ബാറുകളിൽ ബിയർ വൈൻ പാർലർ ലൈസൻസ് നൽകാൻ കഴിയുമോ ഇല്ലയോ?
അതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇത് നിയമപരമായ കാര്യമാണ്, കോടതിയുടെ മുമ്പിൽ വരുന്ന പ്രശ്നമല്ലേ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഷിബി സി ജോർജ്, ബിയർ വൈൻ പാർലറുകൾ നൽകാൻ ഇന്നും UDF കഴിയും. ഈ 418 ബാറുകളിൽ തൊഴിലാളി പ്രശ്നമാണല്ലോ ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറയുന്നത്. തൊഴിലാളി പ്രശ്നം ഉണ്ടെങ്കിൽ 418 ബാറുകളിൽ ബിയർ വൈൻ പാർലർ ലൈസൻസ് നൽകാൻ കഴിയും. സംശയം എന്താ? പിന്നെന്താ? അപ്പോ അത് നൽകണോ വേണ്ടയോ? അത് 15-ാം തീയതി തീരുമാനിക്കുന്നത്. 15-ാം തീയതി UDF യോഗം വെച്ചിരിക്കുകയാണ്. കേരള കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ് അക്കാര്യത്തിൽ? എന്താ അഭിപ്രായമാണ്? എന്റെ അഭിപ്രായം ചോദിച്ചു ഞാൻ പറയും, ബിയർ എന്നോട് ചോദിച്ചാൽ ബിയർ മൈന് കൊടുക്കണം തന്നെ പറയും. എനിക്ക് ഒരു പേടിയില്ല പറയാൻ. അത് തന്നെയല്ല, ഞങ്ങളുടെ വൈൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. മനസ്സിലായോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈൻ മുഴുവൻ പരിപൂർണ്ണമായി നിരോധിച്ചത് ഞങ്ങളുടെ വിശുദ്ധ കുർബാനയൊക്കെ നടക്കും. അപ്പൊ ഈ 418 ബാറുകൾ, അടച്ചുപൂട്ടിയ 418 ബാറുകളിലും ബിയർ വൈൻ പാർലർ നൽകണം എന്ന് ഞാൻ പറയല. പിന്നെ എന്ന് ഞാൻ പറയല, അത് ഞാൻ പറയുന്നില്ല. അത് UDF ചർച്ച ചെയ്ത് തീരുമാനിക്കണം. പിന്നെ എവിടെയാണ് ബിയർ വൈൻ? നിരോധിക്കാൻ പറ്റില്ല. തുടരുക. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പൊ 312 ബാറുകളുടെ കാര്യത്തിൽ കോടതി തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. നിലവിലുള്ള കോടതി വിധി അനുസരിച്ച് ഈ 312 ബാറുകൾക്ക് പ്രവർത്തിക്കാം. അതുപോലെ ഇനി 4 സ്റ്റാർ ക്ലാസിഫിക്കേഷനുള്ള എല്ലാ ബാറുകൾക്കും ലൈസൻസ് കൊടുക്കണം എന്ന് കോടതി ഗവൺമെന്റിനോട് നിർദ്ദേശിച്ചിരിക്കുന്നു. 22 ബാറുകളുടെ കാര്യത്തിൽ അങ്ങനെ വന്നു. ഇനി ഈ പറയുന്ന 2 സ്റ്റാർ 3 സ്റ്റാർ ബാറുകളെല്ലാം തന്നെ 4 സ്റ്റാർ ആക്കുകയാണെങ്കിൽ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട് അവർക്ക് ബാർ ലൈസൻസ് നൽകാൻ. ഇപ്പോൾ ശ്രീ പി സി ജോർജിന്റെ കേരള കോൺഗ്രസ് പറയുന്നു, ഈ 418 ബാറുകളിലും ബിയർ വൈൻ പാർലർ ലൈസൻസ് കൊടുത്താൽ എനിക്ക് വിരോധമില്ല എന്ന്. ഡ്രൈഡേ നീക്കുന്ന കാര്യം ഗവൺമെൻറ് തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതായത് മദ്യനയം നേരത്തെ ഉള്ളതിനേക്കാൾ മദ്യം ഒഴുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത്. നികേഷേ, കേരളത്തിലെ UDF ഗവൺമെന്റ് പ്രഖ്യാപിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ, കേരളത്തിലെ UDF പ്രഖ്യാപിച്ച മദ്യനയത്തിൽ ഒരു മാറ്റവും വരുത്തുന്ന പ്രശ്നം ഉദിക്കുന്നില്ലെന്ന് ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അതേസമയം ഈ ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കുന്നതിനെ കുറിച്ച് UDF അന്തിമമായ ഒരു തീരുമാനമെടുത്തിട്ടില്ല. 15-ാം തീയതി ആ വിഷയം UDF യോഗത്തിൽ ചർച്ച ചെയ്യുന്നതാണ്. മാത്രമല്ല, ഡ്രൈ ഡേ എന്ന് പറയുന്നത് ഞായറാഴ്ച പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് മദ്യനയത്തിൽ വരുത്തിയതാണ്. അതിൽ മാറ്റം വരുത്തണമെങ്കിൽ വീണ്ടും ആ വിഷയം UDF പരിഗണനയ്ക്ക് വരണം. എനിക്ക് തോന്നുന്നില്ല പരിഗണനയ്ക്ക് ആ വിഷയം വീണ്ടും കൊണ്ടുവന്നാൽ അത് പാസ്സാക്കിയെടുക്കാൻ കഴിയുമെന്ന വിശ്വാസം എനിക്കില്ല. എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി വാദിച്ചാൽ ഒരുപക്ഷെ പാസ്സാക്കാം. പക്ഷേ അത് പ്രഖ്യാപിച്ച ഒരു നയമായതുകൊണ്ട് അതിലൊരു മാറ്റം വരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകും എന്നെനിക്ക് തോന്നുന്നില്ല. അതേസമയം ബിയർ വൈൻ പാർലറുകൾ, അതിനെ സംബന്ധിച്ച് ചർച്ച വേണം. ആ ചർച്ച 15-ാം തീയതി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വഴിയോരത്ത് ഹൈവേ പറഞ്ഞ ബാറുകൾ അത് നീക്കം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ച അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഈ കായലോര ടൂറിസം, ആ ടൂറിസത്തെയാണ് ഈ മദ്യം നയം ബാധിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പണമടയ്ക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണ് വരുന്നത്. അതേസമയം 730 ബാറുകളെ കുറിച്ചോ UDF ഗവൺമെന്റ് പ്രഖ്യാപിച്ച മദ്യ നയത്തെക്കുറിച്ചോ ഒരു പുനരാലോചന ആ 15-ാം തീയതി യോഗത്തിൽ വരുന്ന പ്രശ്നമില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒപ്പം തന്നെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ പി സി ജോർജ്, ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. മദ്യത്തിൽ വെള്ളം ചേർക്കാം, പക്ഷേ മദ്യനയത്തിൽ വെള്ളം ചേർക്കരുതായിരുന്നു എന്നുള്ളതാണ് ഈ ചർച്ചയിൽ പൊതുവെ ഉയർന്നു കേട്ട അഭിപ്രായം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്.